തവണക്കടവ് വൈക്കം ജങ്കാർ സർവീസ് നിർത്തിവെച്ചതിനെ തുടർന്ന് പള്ളിപ്പുറം പാണാവള്ളി തൈക്കാട്ടുശ്ശേരി അരൂർ മേഖലകളിൽ യാത്രാക്ലേശം രൂക്ഷമായി. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച നെടുമ്പ്രക്കാട് പാലത്തിലൂടെയും അനുബന്ധ റോഡുകളിലൂടെയും ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും യാത്ര ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണ്. ജനപ്രതിനിധികളുടെയും അധികൃതരുടെയും അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് അരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി. തവണക്കടവ് വൈക്കം ജങ്കാർ സർവീസ് പൂർണ്ണമായി നിർത്തിവെച്ചതോടെ പള്ളിപ്പുറം പാണാവള്ളി തൈക്കാട്ടുശ്ശേരി അരൂർ അരൂക്കുറ്റി മേഖലയിലെ നിത്യേന യാത്രക്കാരാണ് കടുത്ത ദുരിതത്തിലായിരിക്കുന്നത്. ആശുപത്രി, കരിപ്പുറം, പൂച്ചാക്കൽ, ചേർത്തല ഭാഗങ്ങളിലേക്ക് ആളുകൾക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ജങ്കാർ സർവീസ് നിർത്തിയതോടെ വിദ്യാർത്ഥികൾക്കും രോഗികൾക്കുമടക്കമുള്ള സാധാരണക്കാർ കടുത്ത യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത്. കൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മെറ്റൽ, കരിങ്കൽ, പൂഴി, എംസാൻഡ് എന്നിവ ലഭിക്കാത്ത അവസ്ഥയും നിലവിലുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ മുടക്കി പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിൽ കാത്തുകിടക്കുന്ന നെടുമ്പ്രക്കാട് പാലത്തിന്റെയും അനുബന്ധ റോഡുകളും നിലവിൽ ഇരുചക്ര വാഹനയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രയും ദയനീയമാണ് ഈ റോഡുകളുടെ അവസ്ഥ. MLA ഫണ്ട് ഉൾപ്പെടെ വിനിയോഗിച്ച് നിർമ്മിച്ച ഈ വലിയ പദ്ധതി അധികൃതരുടെ അനാസ്ഥ മൂലം പൂർണ്ണമായും പാഴായി കിടക്കുകയാണ്. ഈ കടുത്ത ജനദ്രോഹ നടപടിക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. ഇതിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ ധർണ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുതറ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ബൈജു കടവൻ, ജോഷി തിരുനെല്ലൂർ, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബെന്നി പാലക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങൾക്ക് ഏറ്റവും അടിയന്തരാവശ്യമായിട്ടുണ്ട് വൈക്കം തവണക്കടവ് ജങ്കാർ സർവീസ്. ഈ സർവീസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വർഷങ്ങളായിട്ട് ഇവിടെ ഈ ജങ്കാർ സർവീസ് നടന്നു വരികയാണ്. അതിന്റെ പ്രയോജനം ഈ ഒരു പള്ളിപ്പുറം പഞ്ചായത്തിന് മാത്രമല്ല, വിശിഷ്യ ഈ അരൂർ മേഖലയിലുള്ള അല്ലെങ്കിൽ ഈ അരൂർ നിയമസഭാ മണ്ഡലത്തിലുള്ള ഏതാണ്ട് 10ഓളം പഞ്ചായത്തുകൾ എന്ന് വെച്ചാൽ തൈക്കാട്ടുശ്ശേരിയും പള്ളിപ്പുറവും പാണാവള്ളിയും അരൂക്കുറ്റിയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയായ തുറവൂര്, കുറ്റിയോട്, ഇങ്ങനെ 10 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് അവരുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു സംവിധാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഈ ജങ്കാർ സർവീസിലൂടെ ടിപ്പർ ലോറിയിലൂടെയും മറ്റു വാഹനങ്ങളിലൂടെയും കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ കരിങ്കല്ല്, മെറ്റല്, പൂഴി, എംസാൻഡ് എന്നിവ യഥാസമയം കൃത്യമായിട്ട് ലഭിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടതിന്റെ മുഖ്യ കാരണം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണ്.